ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ ക്യൂരിയോസിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട അതിലേറെ ഒരുപാട് ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മൈനോറിറ്റി മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെയാണ് ഭരണകൂടത്തോട് സമീപിക്കേണ്ടത്? അവർ ജിഹാദിൽ ഏർപ്പെടണോ? അവർ ഹിജറക്ക് പോകണോ? അവർ ഇതര മതസ്ഥരോട് എങ്ങനെ പെരുമാറണം? അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇങ്ങനെ നമുക്ക് തന്നെ തോന്നുന്ന ഒരുപാട് സംശയങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ ക്യൂരിയോസിറ്റിയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ജാബിർ അലി ഉസ്താദാണ്. ഡോക്ടർ ജാബിർ അലി ഹുദവിയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രൂണൈ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ PhD കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് മൈനോറിറ്റി മുസ്ലിം എന്നുള്ള വിഷയത്തിലായിരുന്നു. നമുക്ക് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഉദ്ദേശിക്കുന്നു പ്രേക്ഷകർക്ക് ഒന്നുപാടെ ഉസ്താദിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ ഒരു ജേണിയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് എത്തി നിൽക്കുന്നത്? ഒരു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ലൈഫ് എവിടെ എത്തി നിൽക്കുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജേണി എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ജേണി ഒന്നുമില്ല. എൻ്റെ പേര് മുഹമ്മദ് ജാബിർ അലി ഹുദവി. നാട് സ്വദേശം പടിഞ്ഞാറ്റുമുറിയിലാണ് പഠിച്ചത്. ദാറുൽ നിന്നാണ് പഠിച്ചത്. ദാറുൽ നിന്ന് പിന്നെ 2010 മലേഷ്യയിൽ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ 2 വർഷം ഫിഖ് ആൻഡ് ഉസൂൽ ഫിഖയിൽ PG ചെയ്തു. അന്ന് താജുദ്ദീൻ സുബ്ക്കിയുടെ ജമ്മൽ ജവാമി ആയിരുന്നു എൻ്റെ ടോപ്പിക്ക്. അതുകൊണ്ട് എൻ്റെ പല പ്രോഗ്രാമിലും ഞാൻ ജമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ദാറുൽ വന്നു. അവിടെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടീച്ചിങ് ഫീൽഡിൽ വർഷങ്ങളോളം 10 വർഷത്തോളം ജോലി ചെയ്തു. എന്നിട്ടാണ് പിന്നെ ബ്രൂണയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ബ്രൂണൈ ദാറുസ്സലാം അവിടുത്തെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ PhD ചെയ്തു. അത് കേരളത്തിലുള്ള മതസൗഹാർദ്ദം അല്ലെങ്കിൽ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതിനെ ഇവിടെയുള്ള ട്രഡീഷണൽ സ്കോളേഴ്സ് ഏത് രീതിയിലാണ് നോക്കിക്കണ്ടത് എന്ന ഒരു ടോപ്പിക്കിലാണ് തിസിസ് ചെയ്തത്. കേരളത്തിൽ എന്തായാലും വളരെ രസകരമായ അല്ലെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട, നമ്മളൊരു പക്ഷേ ഓർഗാനിക്കായി ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ അക്കാദമികമായി രേഖപ്പെടുത്താൻ ഇവർ സാധിച്ചു. അതിനോട് കൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഫാമിലി കേരളത്തിലെ ഒരു വലിയ പണ്ഡിത ഫാമിലിയാണ്. ഉസ്താദ് ഫൽഫരി എന്നുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാണ്ഡിത്യത്തിൻ്റെ പാരമ്പര്യം ഉസ്താദും കൂടി പിന്തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിന് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒന്നുപാടെ മുഹറത്തിൻ്റെ ഒക്കെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിജറയുടെ ഒരുപാട് സ്മരണകൾ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആദ്യം ആ ഒരു സ്പേസിൽ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിൽ ഹിജറ സംഭവിക്കുന്നത്, നബിതങ്ങളും സ്വഹാബത്തും ഹിജറ പോകുന്നത് മുസ്ലിങ്ങൾക്ക് മൈനോറിറ്റി ആയിട്ട് ന്യൂനപക്ഷമായിട്ട് നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നോ? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു എക്സ്ട്രീം മത തീവ്രവാദികൾ വാദിക്കുന്നത് പോലെ ഇസ്ലാമിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അധികാരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടോ? ഹിജറ പറയും പോലെ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ അർത്ഥമുള്ള അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റായ ഒരു ഹിസ്റ്റോറിക്കൽ മൈഗ്രേഷനാണ് നമ്മുടെ ഹിജറ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഒരുപക്ഷെ അങ്ങനെ സമാനമായ സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ലായിരിക്കുക. എന്നാൽ ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സംസ്ഥാപനത്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഉണ്ടെന്ന്, അപ്പോൾ ആ ഒരു അർത്ഥത്തിലായിരിക്കും അതിനെ വായിക്കുക. ഇപ്പോൾ ഇസ്ലാമിൽ സത്യത്തിൽ ഇസ്ലാമിക് ഖിലാഫത്ത് അൽ ഖിലാഫുൽ ഇസ്ലാമിയ എന്നൊരു കൺസെപ്റ്റാണ് കുറച്ചുകൂടി ഉള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ് ആധുനികമായ ഒരു കൺസ്ട്രക്റ്റാണല്ലോ. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ISIS ഒക്കെയാണ്. അങ്ങനത്തെ ഒരു രാജ്യം സ്ഥാപിക്കാനാണ് ഇസ്ലാം പോയത് എന്നൊരിതുണ്ടാവും. അതല്ല, മറിച്ച് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നത് ഹിജ്റയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. എന്തായാലും ഒരു റിസൾട്ടായിരുന്നു, എല്ലാവരും തർക്കിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ പള്ളി പണിയുന്നുണ്ട്, ജുമഅക്കുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നുണ്ട്, പിന്നെ അവിടെയുള്ള പൗരന്മാരോട് കവനൻ്റ് രേഖപ്പെടുത്തുന്നുണ്ട്, മദീന ചാർട്ടർ, പിന്നെ മറ്റുള്ള നെയ്ബർഹുഡിനോടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, ഡിപ്ലോമാറ്റിക് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹിജറയുടെ ഒരു റിസൾട്ടാണ് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയാം. എന്നാൽ ഹിജറയുടെ കേവലമായ ഒരു ലക്ഷ്യതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. കാരണം നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ മക്കയിലുള്ള ജീവിതത്തിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. അതൊരു മൈനോറിറ്റി എന്നതിനപ്പുറം ഹ്യൂമൻ റൈറ്റ്സ് അവിടെ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. അവർക്ക് അഭിമാനമില്ല, അവർക്ക് അസ്തിത്വമില്ല, അവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല, ഫ്രീഡം ഓഫ് റിലീജിയൻ ഇല്ല. ഇങ്ങനെയുള്ള നമ്മൾ ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പല കാര്യങ്ങളും അന്ന് അവിടെ മക്കയത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുകൂടിയുള്ള കൂടുതൽ വ്യവസ്ഥാപിതമായി മതം പ്രാക്ടീസ് ചെയ്യാൻ, അവരുടെ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ, ഇഷ്ടപ്പെട്ട രീതികൾ തുടരാൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഒബ്ജക്റ്റീവ്സുള്ള ഒരു മിഷനാണ് സത്യത്തിൽ ഹിജറ. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് റിസൾട്ടായിരുന്നു എന്തായാലും ഒരു ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഖിലാഫത്ത് എന്നുള്ളത്. ഇപ്പോൾ ഇതിന് പറയുമ്പോൾ ന്യൂനപക്ഷമായി ജീവിക്കാൻ പറ്റിയതുകൊണ്ടാണോ യാത്ര എന്ന ഒരു ചോദ്യം സത്യത്തിൽ
പ്രൊഫറ്റിക് മിഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രവാചകൻ എക്കാലത്തുള്ള എല്ലാവർക്കുള്ള മാതൃകയാണ്. അപ്പോൾ അതിൽ മക്കയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട ഒരു മാതൃക അവിടെ 10-13 വർഷമായി. പിന്നെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു മാതൃകയും പ്രവാചകന് എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ, മദീനയിൽ അതുമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം 2 മാതൃകകളും വേണം. കാരണം ജീവിതകാലം മുഴുവൻ ന്യൂനപക്ഷമായിട്ട് ജീവിച്ചാൽ ഇസ്ലാമിന് ഒരു ഖിലാഫത്ത് വരുമ്പോൾ ജീവിക്കാനുള്ള മാതൃകകളില്ല. അപ്പോൾ നബിയുടെ ജീവിതത്തിൽ 2 മാതൃകകളുണ്ട്. ന്യൂനപക്ഷമായിട്ടും ജീവിച്ചു, ഭൂരിപക്ഷമായിട്ടും ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചിട്ടും ജീവിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും 2 രീതിയിൽ മുസ്ലിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ മൈനോറിറ്റി മുസ്ലിം എന്നുള്ളടത്തേക്ക് വരുമ്പോൾ എനിക്ക് ആത്യന്തികമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഭരണകൂടം നിലയിൻ്റെ അപ്പുറത്തേക്ക് ലോകത്തൊരൊറ്റ മുസ്ലിം ആണെങ്കിൽ പോലും ഇസ്ലാം എന്നുള്ള സാധനം നിലനിൽക്കാൻ അതിലൂടെ ഒരുപക്ഷെ സാധിക്കാം. ഇപ്പോൾ ഉസ്താദിൻ്റെ ചർച്ചയിൽ ഹിജറ നമ്മൾ ഏകദേശം ചർച്ച ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിജറ എന്താണെന്നുള്ള കൺസെപ്റ്റ് ഒന്നും പാടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണ് ഹിജറ, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഹിജറ ചെയ്യേണ്ടത്? കാരണം പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഏത് രാജ്യത്തേക്കാണ് നമ്മൾ ഹിജറ പോകേണ്ടത്. അപ്പോൾ അതുകൂടി ഒന്ന് വിശദീകരിച്ച് തുടങ്ങുന്നു. ഓക്കെ, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നിപ്പോൾ ന്യൂനപക്ഷമാകുമ്പോഴും ഇസ്ലാം പൂർത്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിം മാത്രമാണെങ്കിലും ഇസ്ലാം പൂർത്തിയായിരിക്കും എന്നുള്ള കാര്യം. അത് സിമ്പിളായിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നബിയുടെ ഈമാനിനോ അല്ലെങ്കിൽ നബിയുടെ ഇസ്ലാമിനോ മക്കയിൽ ജീവിക്കുമ്പോൾ ഒരു കുറവില്ല. അപ്പം മക്കയിൽ ഏതുവരെ എന്ന് പറഞ്ഞാൽ ജുമ നിസ്കരിക്കുന്നില്ല. അവർ മക്കയിലുള്ള സമയത്ത് ജുമ നിർബന്ധമാകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ മദീനയിൽ അന്ന് മുസ്ലിങ്ങൾ ജുമ നിസ്കരിക്കുന്നുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും പ്രധാനപ്പെട്ട ആളുകൾ ജുമ നിസ്കരിക്കുന്നില്ല. അപ്പോൾ ജുമയില്ലാതെ സമയത്ത് പോലും നബിയുടെ ഈമാനിനോ ഇസ്ലാമിനോ ഒരു കുറവുമില്ല, പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലൊന്നിപ്പോൾ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് നമുക്ക് ഒരു കാലത്തും വന്നിട്ടില്ലല്ലോ. മക്കയിൽ ജീവിക്കുന്ന ഒരാളെക്കാളോ അല്ലെങ്കിൽ മസ്റിൽ ജീവിക്കുന്ന ഒരാളെക്കാളോ കേരളത്തിൽ ജീവിക്കുന്നവർ നമ്മൾ ഒരിക്കലും വന്നിട്ടില്ല. പെർഫെക്റ്റ്, നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഒന്നത്. 2, ഹിജറ എന്താണ്, അത് എവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, അതിപ്പോൾ വലിയ ഡിബേറ്റൊക്കെ നടക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. പല ആളുകളും ഇപ്പോൾ ലാ ഹിജറത്തെ ബാദൽ ഫത്ഹി എന്നൊരു ഹദീസ് ഉണ്ട്. ഫത്ഹ് മക്കൻ്റെ ശേഷം ഹിജറ ഇല്ല, പിന്നെ ജിഹാദേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ആളുകൾ പൊതുവെ പറയാറുണ്ട് ഇപ്പോൾ ഹിജറ അപ്രസക്താണ്, അപ്പോൾ കാരണം ഇന്നത്തെ പഴയ രീതിയല്ല എന്നുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും അത് അടിസ്ഥാനപരമായിട്ട് എക്കാലത്തും പ്രസക്തമായിരിക്കും. അത് ഓരോ ജനവിഭാഗത്തിന് അത് അപ്ലൈ ചെയ്യണോ വേണ്ട എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജറ വേണോ എന്നതൊരു ക്വസ്റ്റ്യനാണ്. ലോകത്ത് ഹിജറ കൺസെപ്റ്റിന് റെലവൻസ് ഉണ്ടോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങൾ വിഷയം എവിടുന്ന് എടുക്കാൻ പോകേണ്ടത്, എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്കോളേഴ്സിൻ്റെ ഒരു മറുപടി ഇമാം മാവർദി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അഹ്കാമു സുൽത്താനിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കിതാബാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു 5 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഹിജറ എന്നുള്ള സങ്കല്പം തന്നെ വരുന്നത് മുസ്ലിം ന്യൂനപക്ഷമായിട്ടൊരു അമുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ ദാറുൽ ഹർബ് എന്നൊക്കെ പറയുന്ന ഒരു ടെർമിനോളജിയിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ ഹിജറ ഉള്ളത് ഇസ്ലാമിക രാജ്യത്ത് നിന്ന്. എന്നാൽ അതിൽ രസകരമായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് മലബാറിലേക്ക് ഹിജറ പോയ ചരിത്രങ്ങളുണ്ട്. ഹജ്ജാജിൻ്റെ കാലത്ത് കേരളത്തിലേക്ക് ഹജ്ജാജിൻ്റെ പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ ഹിജറ പോയിട്ടുണ്ട് എന്നുള്ള രസകരമായ ഒരു റിവേഴ്സ് വെർഷൻ അതിലുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത് ഒരു നോൺ മുസ്ലിം സ്റ്റേറ്റിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം 5 ഹുക്കുമുകൾ വരാം. ചില സമയത്ത് അവിടെ താമസിക്കൽ നിർബന്ധമാണ്, ഒരു നിലക്കും പോകാൻ പാടില്ല. അഥവാ അവിടെ അവർക്ക് മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റും, അക്രമങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും, മതപ്രബോധനം നടത്താൻ പറ്റും. ഈ കണ്ടീഷൻസ് ഒത്താണെങ്കിൽ അവിടുന്ന് മുസ്ലിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ പോലത്തെ പല രാജ്യങ്ങളിലും ഒരു പക്ഷേ ഇതായിരിക്കും സിറ്റുവേഷന്. ഒരു നിലക്കും ഹിജറ പറ്റൂല. കാരണം ഇവിടെ നമുക്ക് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, പിന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ ദൈവത്ത് കൺവേർഷൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ പല രാജ്യങ്ങളും. അപ്പോൾ അത് അവിടെ ഹിജറ എന്നുള്ളൊരു ഓപ്ഷനേ വരുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്നൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 2 കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് അക്രമങ്ങളെ പ്രതിരോധിക്കാം, പിന്നെ മതം പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ ദൈവത്തൊന്നും നടക്കൂല, അവനാണ് പ്രാക്ടീസ് ചെയ്ത് പോകാം. അവിടെയും റെക്കമെൻഡാണ്, അവിടെ നിൽക്കണം എന്നാണ്. അത്തരം ആളുകളും ഹിജറ പോകേണ്ട, സുന്നത്താണ് അവർക്ക് അവിടെ നിൽക്കുക എന്നുള്ളത്. മൂന്നാമത്തൊരു കാറ്റഗറിയിൽ വരുമ്പോഴാണ് അഥവാ അവർക്ക് മതം പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ അക്രമങ്ങളൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല, ദൈവത്തൊന്നും നടത്താൻ പറ്റില്ല. ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് ചോയ്സാണ്. ഇവിടെ നിൽക്കണമെന്ന് ബെസ്റ്റ് എങ്കിൽ ഇവിടെ നിൽക്കാം, പോകുന്നതാണ് ബെസ്റ്റ് എങ്കിൽ പോവാം. അതിനപ്പുറമുള്ള സ്റ്റേജിലാണ് ഹിജറ വരുന്നത്. അവർക്ക് മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു കണ്ടീഷൻ ആകുമ്പോൾ നിർബന്ധമായിട്ടും ഹിജറ പോകണം. കാരണം അവന് ഒന്ന് സ്വത്ത്, അവൻ്റെ ബോഡി, ലൈഫ് സംരക്ഷിക്കുക ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മറ്റൊന്നാണ് ധാർമ്മികത, മതം. അത് രണ്ടും സംരക്ഷിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് അവർ പോകേണ്ടത്. അവിടെ 5ാമത്തെ ഒരു കേസ് വരുന്നുണ്ട്. അതാണിപ്പോൾ ഇന്ന് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയൊരു കേസ്.
നമ്മൾ റോഹിംഗ്യ എന്ന പോലത്തെ കേസൊക്കെ വരും. അവർക്ക് മതം പ്രാക്ടീസ് ചെയ്യാൻ വയ്യ, അവിടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വയ്യ, അക്രമങ്ങൾ പ്രതിരോധിക്കാൻ വയ്യ, ഒന്നും വയ്യ. അപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ട് ഇസ്ലാം പറയുന്നത് നിങ്ങൾ വേറെ അർദുല്ലാഹി വാസിയാണ്, അവിടേക്കാച്ചാൽ നിങ്ങൾ പോയിക്കോളി, മറ്റുള്ളവർക്ക് പോകാം. എന്നാൽ അതുപോലെ ഇന്ന് പറ്റൂല. അവർക്ക് 5ാമത്തെ കാറ്റഗറിയാണ്. അഥവാ മൈഗ്രേഷൻ അവർക്ക് പറ്റൂലെങ്കിൽ അവർക്ക് ആ നിയമമില്ല. അപ്പോൾ ഒരു നിലക്ക് വേറൊരു പോസിബിലിറ്റീസും ഇല്ലെങ്കിൽ അവർക്ക് ഇസ്ലാം ഹൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ ചൈനയിലൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് മുസ്ലിങ്ങളെ പേര് മാറ്റും, പേരിടില്ല. അവർക്ക് വീട്ടിലൊരു പേരുണ്ടാവും, പുറത്തൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് വേറെ പേരുണ്ടാവും. ഇപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെ എന്തായിട്ടുണ്ട്, മുസ്ലിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും പറ്റും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉസ്താദിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഉസ്താദ് ഹിജർ പോകേണ്ടതെന്ന് പറഞ്ഞു, മറിച്ച് ഉസ്താദ് ഹിജറിൻ്റെ പോകേണ്ട സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നെഫ്സിനെ കുറിച്ച് പറഞ്ഞു, നെഫ്സിൽ പ്രൊട്ടക്ഷൻ വേണം, മാലിൽ പ്രൊട്ടക്ഷൻ വേണം. പക്ഷെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിൽ, ഇവിടെ നമ്മുടെ നെഫ്സിന് ഇപ്പോൾ ഫഹ്ലൂഖാനെ നമുക്കറിയാം, ജുനൈദിനെ നമുക്കറിയാം, അങ്ങനെ ഒരുപാട് ആളുകൾ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ UP-യിലൊക്കെ ഒരുപാട് ആളുകളുടെ വീട്, പിന്നെ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അപ്പോൾ മാലി, ഇതൊക്കെ തകർന്നടിയുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇസ്ലാമിൻ്റെ ഷിയാറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പള്ളികൾ തകർക്കുക, പല രീതിയിൽ ഇപ്പോൾ നമ്മളെ മുത്തലാക്ക്, ശരീഅത്തിലേക്ക് ഇടപെടുക, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും ഹിജറ ആവശ്യമായിട്ട് വരുന്നില്ലേ? ഇത് ഇവിടെ ഇന്ത്യയിൽ പല ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു കേസ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആക്രമണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് ആക്രമണം ഉണ്ട്. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം 100% സുരക്ഷിത എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. പ്രത്യേകിച്ച് നേരത്തെയുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആക്രമണങ്ങൾ, ഡിസ്ക്രിമിനേഷനുകൾ ഒക്കെ വർദ്ധിച്ചു വരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനെ ഈ ഇന്ത്യ എന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രവിശാലമായ ഒരു ലോകത്തു നിന്ന് നോക്കുമ്പോൾ ഇത് ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. രാഷ്ട്രീയക്കാർ പറഞ്ഞതുപോലല്ല, യഥാർത്ഥത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ശരിക്കും. കാരണം ഇവിടെ ലക്ഷക്കണക്കിനായ മുസ്ലിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇപ്പം നമുക്കിവിടെ പോലൊരു കോൺട്രവേഴ്സിയൽ കേസായിരുന്നു മദ്രസകൾ പൂട്ടുക എന്നുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ പോകണമെങ്കിൽ മദ്രസ തുറക്കാൻ പെർമിഷൻ ഇല്ല, തുറക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ മദ്രസ തുറന്നാൽ പ്രശ്നമാണ്. UAE-യിലാവട്ടെ മറ്റുള്ള രാജ്യങ്ങളിലാവട്ടെ പറ്റില്ല, മതപ്രഭാഷണം പറ്റില്ല, സ്വലാത്ത് മജ്ലിസ് പറ്റില്ല. നമുക്കതൊക്കെ ഇവിടെ നടത്താം. ഇഷ്ടംപോലെ പള്ളി ഏറിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഹിജാബ് നിരോധിച്ചു അല്ലെങ്കിലുള്ള കുറേ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെന്താണ് പരിഹാരം? ഇപ്പോൾ കേരളത്തിൽ കുറേ മുമ്പ് നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല, ഇവിടെ ചില പ്രഭാഷകരൊക്കെ, മതപ്രഭാഷകരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് നാട്ടുകാണെങ്കിൽ ഞങ്ങൾക്ക് 50-ലധികം രാജ്യങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നരേഷന് കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ CA, NRC നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹൈദരലി ഷിഹാബ് തങ്ങളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ദേശീയ മാധ്യമങ്ങളിൽ അവരത് വന്നു, വി ബോൺ ഹിയർ വി വിൽ ഡൈ ഹിയർ, ഇവിടെ ജനിച്ചാൽ ഇവിടെ തന്നെ ഞങ്ങൾ മരിക്കാം. അതാണ് നമ്മൾ സ്റ്റാൻഡ്. അപ്പോൾ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളോ അതിന് നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ, അതിന് ജിഹാദല്ല. കാരണം ഇവിടെ നമ്മളൊരു സെക്കുലർ സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്, ന്യൂനപക്ഷമാണ്. അപ്പോൾ നമ്മുടെ ടൂൾസ് എന്ന് പറഞ്ഞാൽ സെക്കുലർ ടൂൾസാണ്, ഡെമോക്രാറ്റിക് ടൂൾസാണ്. ഉദാഹരണത്തിന് ഈ അടുത്ത് സിദ്ധരാമയ്യ കർണാടകയിലെ ഹിജാബ് ബാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഡെമോക്രസിയാണ് അത് വർക്ക് ചെയ്തത്. സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ വന്നപ്പോൾ ഇപ്പോൾ UP സർക്കാർ, യോഗിയുടെ സർക്കാർ ഒരു മദ്രസ ബാൻ ചെയ്യുന്നൊരു ബില്ല് വന്നിരുന്നു. എല്ലാ മദ്രസയിലും എന്തൊക്കെയോ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അത് സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തു. പറ്റൂല, മതം പഠിക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയതാണ്. അപ്പോൾ സുപ്രീം കോടതിയിലാവട്ടെ, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലാവട്ടെ, പോലീസ് ഇതിലൊക്കെ ആവട്ടെ, മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. പൊതുവിൽ ഒറ്റപ്പെട്ട കേസുകളിൽ ആക്രമണങ്ങളുണ്ട്. അതിപ്പോൾ സിറിയയിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്, ഇസ്ലാമിക രാജ്യത്ത്. അപ്പോൾ അതൊരു സ്വാഭാവികമാണ്, എല്ലാ ലോകത്തും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഇതിനെ പുസ്തകം പറഞ്ഞൊരു ചർച്ച ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്. ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സെക്കുലറായിട്ട് തന്നെ അതിനെ നേരിടാൻ പറ്റും. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്ത് സാഹചര്യത്തിലും മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയിരിക്കെ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനെ എങ്ങനെയൊക്കെ നിലനിൽക്കാൻ പറ്റും അതിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മളിതിൻ്റെ നേരെ കുറച്ചു കാലം മുമ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് അന്നും നമുക്ക് ഇതുപോലത്തെ ഒരു ഭരണകൂടമുണ്ട്, അഥവാ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ തന്നെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നത് പലപ്പോഴും മതത്തിൻ്റെ പിറകിൽ തന്നെ ആയിരുന്നു, മതത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ അറിയാം, നമ്മുടെ മമ്പറം തങ്ങൾ, അതുപോലെ ഫതുൽ പൂക്കോയ തങ്ങൾ, അതുപോലെ ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല മമ്പറം തങ്ങളൊക്കെ ഇപ്പോൾ സൈഫുൽ ബത്താറിലൊക്കെ മതകീയമായിട്ട് തന്നെയാണ് മുസ്ലിങ്ങളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. മതകീയമായിട്ട് ജിഹാദൊക്കെ ആയിട്ട് പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതേ സ്ട്രാറ്റജി മുസ്ലിങ്ങൾ സ്വീകരിച്ചില്ല?
ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കേസ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ, അഥവാ എന്തുകൊണ്ട് ഇവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു കേസ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഹിജറ കൺസെപ്റ്റ് തന്നെ എടുക്കുക. ഹിജറ കൺസെപ്റ്റിൻ്റെ തന്നെ ആകത്തുക എന്താണ്? ജിഹാദ് അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്ന കാര്യങ്ങൾ പറ്റൂല എന്നാണല്ലോ. കാരണം നിങ്ങൾക്ക് അവിടെ മാന്യമായിട്ട് ജീവിക്കുക, പറ്റൂലെങ്കിൽ നാട് വിട്ടു പോവുക എന്നല്ലാതെ അവിടെ ഭരണം പിടിച്ചടക്കി ഹുക്കൂമത്ത് ഇസ്ലാമി സ്ഥാപിക്കണം എന്നല്ലുള്ളത്. കാരണം ഇപ്പോൾ പ്രീ ഹിജറ മക്ക പീരീഡ് എന്ന് പറയും, മസൂദിനെ പോലത്തെ സ്കോളേഴ്സൊക്കെ പറയുന്നുണ്ട്. പോസ്റ്റ് ഹിജറ മദീന പീരീഡ്, പിന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻറ്റിൻ്റെ ഹുദൈബിയ അല്ലെങ്കിൽ ഹബ്സീനിയ ഇറ. ഇപ്പോൾ ഒരു വഹീദുദ്ദീൻ ഖാൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഇന്ത്യയിലൊരു മൗലാന എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ കുറേ അവാർഡുകളൊക്കെ കിട്ടിയ ആളാണ്, ഈ അടുത്ത് മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹമൊക്കെ പറയല്ലേ ഇവിടെ ഹുദൈബിയ സന്ധിയുടെ ഒരു പാറ്റേണാണ് ഇന്ത്യയിൽ. നമ്മൾ ഒരു പ്രത്യേകമായ ഒരു സാധനം ഇന്നത്തെ ജനറേഷനിൽ അപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഹിജറ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഭരണകൂട വിരുദ്ധ കാര്യങ്ങളെ പറ്റൂല എന്നതാണ് ഇസ്ലാമിക രീതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഹിജറയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ, നിങ്ങൾ അക്രമങ്ങൾക്കത് പോരാടി മരിക്കൂ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുന്നല്ല പറയാം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഇല്ല. അപ്പോൾ ഹിജറ അല്ല ന്യൂനപക്ഷ. ഇപ്പോൾ ഒരു നരേഷനുണ്ട്, മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുത്ത ഒട്ടകത്തിന് ടെൻറ്റിൽ സ്ഥലം കൊടുത്ത പോലെ എന്ന് പറയാറുണ്ടല്ലോ പൊതുവെ. കുറച്ച് കൊടുത്താൽ പിന്നെ അവർ പിടിച്ചെടുക്കുന്നു. മലബാർ അതിന് ശരിക്ക് കൗണ്ടർ പോയിൻ്റാണ്. മലബാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങൾ വന്നു, രാജാക്കന്മാർ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു, ലാൻഡ് കൊടുത്തു, ടെമ്പിളിൻ്റെ കാര്യങ്ങൾ കൊടുത്തു, ഒക്കെ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂനപക്ഷമാണ്. ഇപ്പോൾ 2040 ആകുമ്പോഴത്തേന് ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇത്ര കാലമായിട്ട് മൈനോറിറ്റിയാണ്. ഒരു കാലത്ത് നമ്മൾ എന്തായിട്ടില്ല, മെജോറിറ്റി ആയിട്ടില്ല. ഇപ്പോൾ മില്ലറൊക്കെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അഥവാ മലബാർ മുസ്ലിങ്ങൾ എന്താണ്, ഭരണകൂടമില്ലാതെ മുസ്ലിങ്ങൾക്ക് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ വരിക, ബ്രിട്ടീഷ് കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ പോർച്ചുഗീസ് കാലത്ത് അതിശക്തമായ ജിഹാദ് ഇവിടെ കാഴ്ചവെച്ചു. അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന കേസാണ്. കാരണം ഇവിടെ അന്ന് ഹിന്ദു ഭരണകൂടം, സമൂറിന്മാരുടെ ഭരണകൂടമുള്ളത്. ആ അന്നത്തെ പട്ടാളം നായന്മാരുടെ പട്ടാളമാണ്. അപ്പോൾ ഈ നായർ പടയോടൊപ്പം ചേർന്ന് സമോറിൻ എന്ന ഹിന്ദു രാജാവിൻ്റെ ഈ കിങ്ഡം, നമ്മുടെയൊക്കെ രാജ്യം സംരക്ഷിക്കണം എന്നാണ് അന്നത്തെ ആളുകളുടെ പോയിൻ്റ്. എന്നല്ലാതെ ഭരണകൂടം തട്ടിമറിച്ചിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നല്ല. ഇവിടെയുള്ള ഹിന്ദു രാജാക്കന്മാരുടെ ആ രീതി അത് നിലനിർത്തുക. വൈദേശിക അധിനിവേശം, ഇപ്പോൾ മഖ്ദൂം ഒന്നാമന് തെഹ്രീദ് അഹ്ലുൽ ഈമാൻ, ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യാനുള്ള ഇതുണ്ട്. കാലിക്കൂത്തിന് ഇതേപോലെ ഫതുൽ മുബീനുണ്ട്, ഖസീദത്തുൽ ജിഹാദിയുണ്ട്. വളരെ നേരത്തെയുള്ള ഡച്ച് കാലത്തെ ഉണ്ട്. പിന്നെ ബ്രിട്ടീഷ് കാലമായപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു. ലേറ്റർ ബ്രിട്ടീഷ് പീരീഡിൽ നിങ്ങൾ പറഞ്ഞ മമ്പർ തങ്ങളുടെ കാലത്തൊക്കെ ശരിക്ക് നിരന്തരമായി ഭരണകൂട വേട്ടല്ലല്ലോ, ഭരണകൂടത്തിൻ്റെ പോരാട്ടമില്ല. ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും, അതിനെ പ്രതികരിക്കും. അന്ന് ഇന്നത്തെ പോലത്തെ ഡെമോക്രാറ്റിക് വ്യവസ്ഥയില്ലല്ലോ. അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ആയുധപരമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെയാണ് അന്ന് ലോകം എല്ലായിടത്തും അംഗീകരിച്ച ഒരു രീതി. അപ്പോൾ ഓല് അത് സ്വീകരിച്ചു. ഇപ്പോൾ ഉമർ ഖാലി ടാക്സ് നിഷേധം, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഡിപ്പ് വന്നു, അവിടെ കുറച്ചും കൂടി നീതിയുക്തമായൊരു ടാക്സേഷൻ സിസ്റ്റമൊക്കെ വന്നു. പിന്നീട് ബ്രിട്ടീഷ് വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, മുസ്ലിങ്ങളെത്തുനിന്ന് കുടിയാന്മാരെത്തുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനെതിരെ അവർ ധാർന്നില്ല, അള്ളാഹിൻ്റെ ഭൂമിയാണ്, നിങ്ങൾ എവിടുന്നോ വരുന്ന വിദേശികൾക്ക് ഇതിന് പൈസ തരാൻ നമ്മൾ ഉത്തരവാദിത്തമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിന് നമ്മൾ ഐസൊലേറ്റഡ് ആയ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്, എന്നല്ലാതെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു രീതിയല്ല ഇത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടി ഈ സ്വാതന്ത്ര്യ സമര സാഹചര്യത്തിലുള്ള ഒരു നിലപാടിനെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രമുഖ സംഘടനയായിട്ടുള്ള സമസ്തയ്ക്കെതിരെ വരെ ഇന്നൊരുപാട് ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമി സ്ഫിയർ എന്നൊക്കെ വരുന്നൊരു ആരോപണങ്ങളാണ്. നമ്മൾ പ്രോ ബ്രിട്ടീഷ് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, ബ്രിട്ടീഷുകാരുടെ മറ്റു ടൈമിൽ പറയുകയാണെങ്കിൽ ഷൂനക്കികളായിരുന്നു എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് വ്യൂസ് വരുന്നുണ്ട്. ഒരേ ചരിത്രത്തിൽ തന്നെ ഒരേ ഭരണകൂടത്തിനെതിരെ അവരുടെ കൂടെ അവർക്ക് പോരാട്ടം ചെയ്യണം എന്ന് പറയുന്ന ഒരു നിലപാടും, എന്നാൽ അവരുടെ കൂടെ പോരാട്ടത്തിന് നിൽക്കാതെ കോഎക്സിസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് എന്നുള്ള നിലപാടും. ഇതെങ്ങനെയാണ് മതത്തിൽ രണ്ടിനും ഒരു ഫ്രെയിംവർക്കിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? ഇത് സത്യത്തിൽ ഇഫ്താ എന്ന നമ്മൾ ഫത്വ കൊടുക്കുമല്ലോ, ഫത്വ എന്നുള്ള കോണ്ടസ്റ്റിലാണ്. ഓരോ കോണ്ടസ്റ്റൊക്കെ എന്താണ് ആവശ്യം അതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഡച്ച് വന്നപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡായ ഭരണകൂടമുണ്ട്, ഹിന്ദു ഭരണകൂടമുണ്ട്, ആർമിയുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിനെ എൻക്രോച്ച് ചെയ്തിട്ടാണ് കൊളോണിയലിസം വരുന്നത്. അതിന് നമ്മളെല്ലാവരും അന്നൊരു ഭിന്നസ്വരമില്ലല്ലോ, എല്ലാവരും അതിനെ
പ്രൊട്ടസ്റ്റ് ചെയ്തു, അതിനെതിരെ ജിഹാദ് ചെയ്തു. എന്നാൽ ലേറ്റർ ബ്രിട്ടീഷ് പീരീഡിൽ എസ്പെഷ്യലി 1920 നമ്മളെ മലബാർ ലഹള കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ പല ഉലമാക്കളും എന്തായി, ബ്രിട്ടീഷുകാർ എല്ലാം ഇവിടെ തോറ്റു, ഇനി വേറെ ഇവിടെ സിസ്റ്റം ഇല്ല, ഹിന്ദു രാജകുമാരില്ല, ഒക്കെ ഒളിച്ചോടി പോയി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്തായിരുന്നു? ബ്രിട്ടീഷായിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സിസ്റ്റം, പിന്നെ ഒരു അരാജകത്വം സൃഷ്ടിക്കരുത്, അപ്പോൾ സിസ്റ്റം അവരാണ്. അതിപ്പോൾ ഫിക്കയിൽ പറയല്ലോ, ഒരു ടീം ഭരണകൂടം ഏറ്റെടുത്താൽ ശക്തിയോടെ അത് പിടിച്ചടക്കിയാൽ പിന്നെ അവർ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ചില ആളുകൾ കാണുന്നത്. അപ്പോൾ അവരെന്ത് പറഞ്ഞു, ഇനി സ്വാതന്ത്ര്യ സമരത്തിനോ മറ്റോ പോകണ്ട, ബ്രിട്ടീഷുകാരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ജീവിക്കുക, അതും ഭരണകൂടത്തോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. അതിപ്പോൾ സമസ്ത മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു ബറേൽവികളുടെ അഹമ്മദ് റസാ ഖാൻ ഇതേപോലെ പ്രോ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു ഫത്വ. കുറേ ആൾക്കാർ ഇതായിരുന്നു, കാരണം അവിടെ ദൈവബന്ധി സ്കോളേഴ്സ് എന്തായിരുന്നു, ഇപ്പോൾ മൗലാന മദനി സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ വളരെ ശക്തമായി ഗാന്ധിജിയുടെ കൂടെയൊക്കെ നിന്ന് പോരാട്ടത്തിൻ്റെ ഒരു സമയമായിരുന്നു. എന്നാൽ റസാ ഖാൻ എന്തായി, ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഇലാൻ ബിഅന്ന അൽ ഹിന്ദ ദാറുൽ ഇസ്ലാം, ഹിന്ദ് ദാറുൽ ഇസ്ലാമാണ്, ഇവിടെ നിങ്ങൾ ഹിജ്റ പോവും വേണ്ട, യുദ്ധം ചെയ്യും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബ് വരെ എഴുതുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് എഴുതാനുള്ള ഒരു കാരണം അന്ന് മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു, പിന്നെ ഇവരാണ് സിസ്റ്റം. അപ്പോൾ അതിനോട് നമ്മൾ എതിരിട്ട് പോയാൽ എന്തായിരിക്കും, അതൊരു ആത്മഹത്യാപരമാണ്. 1921 അത് എല്ലാവരും റിയലൈസ് ചെയ്തു. ഒരു ഉപകാരം അല്ല, നമ്മൾ ചരിത്രത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പറഞ്ഞ ഉപകാരം ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ അന്നെന്തായി, മുസ്ലിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരുപാട് നഷ്ടപ്പെട്ടു. പിന്നീട് എല്ലാവരും തിരിച്ചറിഞ്ഞു. പിന്നീട് നേരത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെ എന്തായി, മാറി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൂടാണ് നല്ലത് എന്നൊരു തിരിച്ചറിവ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പിന്നെ ഉസ്താദിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ നിരീക്ഷണത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അഥവാ അമുസ്ലിം ഭരണകൂടങ്ങളിൽ വരെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്, ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ കേൾക്കുന്ന വേറൊരു സംശയം, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം വരാറുണ്ട്, ഇന്ത്യ എന്നുള്ള ഭരണകൂടത്തിൽ നമുക്ക് ആർമി ഉണ്ട്, നമ്മളൊരു നാഷണൽ സ്റ്റേറ്റ് ആണ്, ആർമി ഉണ്ട്, മുസ്ലിങ്ങൾക്ക് ഈ ആർമിയിൽ പങ്കെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചേരാൻ പറ്റുമോ? മാത്രമല്ല അതിനെ ഏറ്റവും കൂടുതൽ ഇവർ പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ ഒരു ബദ്ധ വൈരികളൊക്കെ ആയിട്ട് കാണുന്ന പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ മുസ്ലിം പോപ്പുലേഷനാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു ആർമിയിലുള്ള ഒരാൾക്ക് മുസ്ലിം സഹോദരനായിട്ടുള്ള ഒരാളെ കൊല്ലാൻ പാടുണ്ട്. ഇപ്പോൾ കാരണം പ്രത്യേകിച്ച് നമ്മൾ ഹദീസിലൊക്കെയുള്ള നമുക്കുള്ള ഒരു നിഷ്കർഷമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിം അഖുൽ മുസ്ലിം, അല്ലെങ്കിൽ അൽ മുസ്ലിം ലിൽ മുസ്ലിം ഹറാമുൻ ദമുഹു മാലുവ, ഇതൊക്കെ ഹറാമാണ്, ഒരാളെ കൊല്ലൽ നമുക്ക് ഹറാമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ആർമിയിൽ ചേരുകയും ഒരു പാകിസ്ഥാനിയായിട്ടുള്ള മുസ്ലിമിനെ കൊല്ലാൻ പറ്റുമോ? അപ്പോൾ ദേശവിരുദ്ധികളായിട്ടുള്ള ഒരാളാണ് മുസ്ലിങ്ങൾ. ഈ ചോദ്യമാണ് അമേരിക്കൻ മുസ്ലിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ചോദ്യം. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അത് അത്രമാത്രം, നമ്മളിപ്പോൾ ആർമിയിൽ മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല, 2% ഉള്ളൂ നമ്മളെ പരാതി അല്ലേ. ഇസ്ലാമോഫോബിക് ആളുകൾ അതായത് പറയും, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ മുസ്ലിങ്ങളാകുമ്പോൾ ഒരു സംശയം, ഇവർ ശരിക്കും പാകിസ്ഥാനോട് ഏറ്റുമുട്ടോ, ഇവർ ഉള്ളിൽ ചെറിയ എഴുതുണ്ടാവുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഈ ഒരു പസിൽ ഭയങ്കര ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു, പ്രത്യേകിച്ച് അഫ്ഗാനിൻ്റെ ഇൻവേഷൻ കാലത്ത് മുസ്ലിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. അന്ന് പല രീതിയിലുള്ള ഫത്വയിൽ വന്നു. സത്യത്തിൽ അതിന് നമ്മൾ വളരെ സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒന്ന് എന്താണ്, സിമ്മി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇസ്ലാമിക രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾ, ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, അവരുടെ ലൈഫിന് പ്രൊട്ടക്ട് ചെയ്യൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരാരെങ്കിലും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുസ്ലിം രാജ്യത്തിൻ്റെ പട്ടാളം പോരാടണം, മരിക്കാലപ്പോൾ. അപ്പോൾ അവിടെ ഇത് സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജൂതന്മാരോട് വരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും തൊട്ടാൽ അവരെ നമ്മൾ എതിർക്കും, നിങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ മുസ്ലിം രാജ്യത്ത് ന്യൂനപക്ഷമായ അമുസ്ലിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇസ്ലാമിക് ആർമിക്ക് ഷഹീദാവാലോ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷനാണിത്, വളരെ സിമ്പിളായിട്ട് വരുന്നത്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഈ ചോദ്യം ആരും ചോദിക്കണില്ല, ന്യൂനപക്ഷത്തിന് മാത്രം സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. പാകിസ്ഥാന് അഫ്ഗാനായിട്ട് യുദ്ധം ചെയ്യുന്നു, സൗദി ഖത്തറിനായിട്ട് അല്ലെങ്കിൽ യമനിനായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ സൗദിയിലുള്ള ഒരു ആർമി മെന്നിന് എന്ത് ജസ്റ്റിഫിക്കേഷനാണോ അത് ജസ്റ്റിഫിക്കേഷൻ ഇവിടെയും പോസിബിളാണ്. അപ്പോൾ അതിൽ നീതിയാണോ സത്യമാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളിങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു കൺട്രിയെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനെ മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇനി മുഗൾ കാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ പോരാട്ടം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. അതേ ഒരു ഫിലോസഫിയാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇതിവിടെ ഹിന്ദുക്കളാണ്, അവിടെ മുസ്ലിങ്ങളാണെന്നല്ലാതെ ഈ ഒരു പിക്ചർ മാറുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് ഇക്കൊല്ലം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും 2-3 തവണ യുദ്ധം നടന്നു. 2 വലിയ ഇസ്ലാമിക രാജ്യങ്ങളാണ്, ഭീകരവാദ രാജ്യങ്ങളാണെന്ന് വരെ
പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ബോർഡറിൽ പ്രശ്നം വന്നപ്പോൾ പാകിസ്ഥാന് ഒന്നായിട്ട് വെടിപൊട്ടിച്ചു. 100 ആൾക്കാരോളം നമ്മൾ ബാലാക്കോട്ട് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് പോലെ അവർ അഫ്ഗാനിൽ പോയിട്ട് എതിർക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി എല്ലാവരും ഇതാണ് ചെയ്യുന്നത്. പിന്നെ മൈനോറിറ്റിക്ക് മാത്രം ഇതിനൊരു പ്രശ്നവൽക്കരിച്ചിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ മതമല്ല വർക്കൗട്ട് ചെയ്യണത്, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ അതിലിപ്പോൾ ഇന്ത്യ ചൈനയോട് യുദ്ധം ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബോർഡറിൽ ആരാണോ വരുന്നത് അവരോട് യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വാഭാവിക കാര്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ശരിക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഉസ്താദ് ചർച്ചയിൽ കൊണ്ടുവരുന്നത് ദിമ്മി എന്ന് പറയുന്ന ടൈം, അതുപോലെ നേരത്തെ ഹിജറിനെ പറഞ്ഞപ്പോൾ ദാറുൽ ഇസ്ലാം അല്ലെങ്കിൽ ദാറുൽ ഹർബ്, നമ്മുടെ ഫിക്കിൻ്റെ അഥവാ മുസ്ലിങ്ങളുടെ രാജ്യം, മുസ്ലിങ്ങളുടെ രാജ്യം പ്രേക്ഷകർക്ക് മനസ്സിലാവാനാണ്. പൊതുവെ നമ്മുടെ ഫിക്കിൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞ 5 നിയമങ്ങൾ, 5 സാഹചര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് മസലകൾ ബേസ് ചെയ്ത് വരുന്നത് ഈ ഒരു ടെർമിനോളജികളിൽ നിന്നാണ്. ഈ ടെർമിനോളജി ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ദാറുൽ ഇസ്ലാമിലാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്. പക്ഷേ ഒന്നും പാടൊരു അന്നത്തെ ഒരു വേൾഡ് ഓർഡറിനോട് യോജിച്ച ടേമുകളാണ് അത്. അന്നത്തെ വേൾഡ് ഓർഡറിനെ അത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മതങ്ങൾ ബേസ് ചെയ്തിട്ടില്ല ഒരു വേൾഡ് ഓർഡർ അല്ലെന്ന്. ഇന്നൊന്നും പാടെ നാഷണൽ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ വായിലല്ലാക്കെ എനിക്ക് തോന്നുന്നു ഇമ്പോസിബിൾ സ്റ്റേറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള സാധനം അതൊരു ഓക്സിമോറൺ പോലെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ളത് തെറ്റായ ടേമാണ്. ഇസ്ലാം എന്നുള്ളത് സ്റ്റേറ്റിനോട് വെക്കേണ്ട ഒരു ടേമല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ പഴയ മസലകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫിക്കിന് ഈ ഒരു ദാറുൽ ഇസ്ലാം അല്ലെങ്കിൽ ദാറുൽ ഹർബ് എന്നുള്ള ടേം വെച്ചുകൊണ്ട് അതേ മസലകൾ ഇന്ന് റെലവെൻ്റ് ആകുമോ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിന് എങ്ങനെയാണ് ട്രഡീഷണൽ ഫിക്ക് അക്കോമഡേറ്റ് ചെയ്യുക? വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. കാരണം ലോകത്തുള്ള അധിക പണ്ഡിതന്മാർ ഇന്ന് ഈ ടെർമിനോളജി റെലവെൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ തീസീസിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ കേരളത്തിലുള്ള കുറേ ഉലമാക്കളെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിലും 2 റെസ്പോൺസ് എനിക്ക് കിട്ടി. ഇത് റെലവൻ്റ് അല്ല എന്ന് പറയുന്ന ആളുകളുടെ റെസ്പോൺസും കിട്ടി, അല്ല റെലവൻ്റ് ആണ് എന്ന് പറയുന്ന റെസ്പോൺസും കിട്ടി. ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് ടെർമിനോളജിയിൽ മാറ്റെങ്കിൽ സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഉമർദാൻ്റെ കാലത്ത് ജിസിയ തരാൻ നിങ്ങൾക്ക് പറ്റില്ല, പൈസ ആണ് നിങ്ങൾ തന്നോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മതി, നിങ്ങൾ ജിസിയ എന്താ പേരെന്താ നിങ്ങൾ വിളിച്ചോളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനോളജി വേണമെങ്കിൽ എന്താവാം മാറ്റാം. പക്ഷേ ഈ കൺസെപ്റ്റ് ക്ലിയറാണ്. ഇപ്പോൾ ദാറുൽ ഇസ്ലാം ദാറുൽ ഹർബ് എന്നത് ഉണ്ടാകാൻ പറ്റുമോ? അതൊരു 2 ദ്വന്ദ്ങ്ങൾ സൃഷ്ടിച്ചിട്ട് ഓപ്പോസിങ് ബൈനറി സൃഷ്ടിക്കുകയാണ്. ഒന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ബൈനറി അല്ല ഉള്ളത്. ഇപ്പോൾ ഈ ബൈനറിയിൽ തന്നെ ശരിക്കും ഈ ദാറുൽ ഇസ്ലാം ദാറുൽ ഹർബ് അപ്പോൾ ഒരു പോരാട്ടങ്ങളുടെ ഒന്ന് ഇസ്ലാം മറ്റേത് ഹർബാണ്. അതുമല്ല ശരിക്ക് അത് ഓരോ സ്ഥലത്ത് വരുന്നത്. ദാറുൽ ഹർബ് പോരാട്ടത്തിന് അവിടെ വരുന്ന ടെർമിനോളജിയാണ്. ശരിക്കുള്ള ദാറുൽ ഇസ്ലാം ദാറുൽ കുഫർ, മുസ്ലിങ്ങളല്ലാത്ത സംവിധാനമുള്ള ഒരു നാട്. ഈ ദാറുൽ കുഫർ ഇസ്ലാമിനോട് പോരാടുകയാണെങ്കിൽ അപ്പോൾ ദാറുൽ ഹർബാവും, അല്ലെങ്കിൽ അത് ദാറുൽ അമാനാവും. അപ്പോൾ ദാറുൽ അമാൻ എന്നുള്ള ന്യൂട്രലായിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ദാറുൽ അമാൻ, പീസ്ഫുൾ കൺട്രി. ഉണ്ട്, ദാറുൽ അമാൻ ഉണ്ട്, ദാറുൽ അമാൻ ഉണ്ട്. ഇപ്പോൾ ബ്രൂണ ദാറുസ്സലാം ഒരേ പേര് തന്നെ ഉണ്ട്, അമാൻ. അപ്പോൾ ഈ അമാൻ എന്നുള്ളത് ഒരു ന്യൂട്രലായ ടേമിനാണ്. പിന്നെ ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാർ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ താജാബുൽ അൽവാനിയെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട്, ഒരു ഇറാഖി അമേരിക്കൻ സ്കോളറാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ ഫിക്ക് ട്രഡീഷണൽ ഫിക്ക് കാലഹരണപ്പെട്ടിട്ടുണ്ട്, ഇറലവൻ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഖ്യാനങ്ങൾ എതിരാണ്. ഇന്ന് പീസ്ഫുൾ വേൾഡ് ഓർഡറാണ്, UNO വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആഖ്യാനം. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റിനായിട്ട് എൻഗേജ് ചെയ്തത്, ഇപ്പോൾ അദ്ദേഹം ഇറാഖിലാണ്. ഇറാഖിൽ അമേരിക്കൻ ഇൻവേഷനിൽ തന്നെ ദശലക്ഷക്കണക്കിനായ ആളുകൾ മരിച്ചിട്ടുണ്ട്. പിന്നെ പീസ് ഓർഡറാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ അവർ പുതിയ ടെർമിനോളജി കുറേ സജസ്റ്റ് ചെയ്തു. അത് ഇതിനേക്കാൾ പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്ന ടെർമിനോളജിയാണ്. ഉദാഹരണത്തിന് അവർ പറഞ്ഞത് ഹർബ് എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ദാറുദ്ദാവ ദാറുൽ ഇജാബ. ദാറുൽ ഇജാബ പറഞ്ഞാൽ മുസ്ലിം സ്റ്റേറ്റ്, മുസ്ലിങ്ങളുള്ളത്. കാരണം ഓൾറെഡി ഒരു ഇസ്ലാം സ്വീകരിച്ചു. മറ്റേ ദാറുദ്ദാവയാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഏത് നിമിഷവും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അത് മോർ കോൺട്രവേഴ്ഷ്യൽ അല്ലേ? ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ആരോപണം എന്താണ്, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുന്നു, യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെർമിനോളജിയും അങ്ങനെയാണെങ്കിൽ ഇന്ന് പൊട്ടൻഷ്യൽ ഇസ്ലാമിക് കൺട്രിയാണ് നിങ്ങളൊക്കെ, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിലേക്ക് വരാനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷേ ദാറുൽ കുഫർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ അംഗീകരിക്കുകയാണ്. നിങ്ങൾ ഒരു അമുസ്ലിങ്ങളുടെ രാജ്യമാണ്, നമ്മൾ ആ ഐഡൻറ്റിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു, റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി അതിന് ദാറുൽ അമാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിനപ്പുറം പോയാൽ ഫിഖിൽ ഈ കൺസെപ്റ്റേ അല്ല. നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ ഈ സ്റ്റേറ്റിലേക്കല്ല ഈ ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബൊന്നും ശരിക്കും വരുന്നത്, ദേശരാഷ്ട്രത്തിലേക്കല്ലേ വരുന്നത്. ഇപ്പോൾ ഒരു നാട്ടിലൊരു വില്ലേജ് അത് ദാറുൽ ഇസ്ലാം ആവാം, ദാറുൽ ഹർബ് ആവാം, ഒരു ഒറ്റ നാടിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ നമ്മളാകെ ഇന്ത്യ ഒന്നായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നാൽ അവിടുന്ന് ഹിജറ പോവാം, വേറെ കുറച്ചും കൂടി സേഫായ സ്ഥലത്തേക്ക് പോവാം.
അതൊരു പ്രായോഗികമായ ഒരു കാര്യം. അത് നമ്മൾ ഈ നാഷണൽ സ്റ്റേറ്റിലേക്ക് ധാരണ അതേമാതിരി ഇറക്കിയതാണ് ഒരു പ്രശ്നം, അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എവിടെ ജീവിക്കാൻ പറ്റുന്നത് ദാറുൽ ഇസ്ലാമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ മാവർദിയുടെ ഒരു കോട്ടൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ദാറുൽ ഹർബിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അതിനൊരു കാരണം പറഞ്ഞാൽ എന്താ വെച്ചാൽ ദാറുൽ ഹർബിൽ മുസ്ലിങ്ങൾ നിൽക്കുന്ന കാലത്തോളം ദാറുൽ ഇസ്ലാമാണ്. അവർ പോയാൽ പിന്നെ അതെന്തായി വെറുതെ അനാവശ്യമായിട്ടൊരു ദാറുൽ ഹർബായി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സമാധാനപരമായിട്ട് നിൽക്കാൻ പറ്റുന്നിടത്തൊക്കെ ദാറുൽ ഇസ്ലാമാണ് സത്യത്തിൽ. എന്നാൽ നമ്മൾ ഇസ്ലാമിക രാജ്യം എന്ന അർത്ഥത്തിനല്ല, മുസ്ലിങ്ങൾക്ക് സമാധാനപരമായി നിൽക്കാൻ പറ്റുന്ന ഇടം എന്ന്. ഇതിപ്പോൾ ശരിക്കും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു നരേഷനിലാണ് ഇതൊക്കെ പ്രോബ്ലവൽക്കരിച്ചത്. അവർ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം കൂടി ദാറുൽ ഇസ്ലാമല്ല, ഒക്കെ താകൂത്തി ഗവൺമെൻറ്റുകളാണ്. ഒക്കെ തകിടം മറിച്ചിട്ട് ഖിലാഫത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അപ്പോഴേ ദാറുൽ ഇസ്ലാം ഒരു ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബിനെ പോലത്തെ പല ആളുകളും ആ രീതിയിലാണ് അതിനെ സമീപിച്ചത്. മിസ്റൊന്നും എന്തല്ല ദാറുൽ ഇസ്ലാം അല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു ദാറുൽ ഇസ്ലാമും ഇല്ല. അപ്പോൾ ആ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയും ഖലീഫയും ഒക്കെ ഫുള്ള് 100% ഇസ്ലാമിക് ആയതാണ് ദാറുൽ ഇസ്ലാം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് വരുന്നത്. അത് നമുക്ക് ശരിക്ക് ഇല്ല. പിന്നെ അവിടെ കുറേ ഫത്വ വരുന്നത് ശരിക്ക് കൊളോണിയൽ കാലത്താണ്. ഇപ്പോൾ അൽ ജസായിൽ നിന്നൊക്കെ ഒരു ഫത്വ വരുന്നുണ്ട്, ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാൻ പറ്റൂല, ഹറാമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സ്വദേശി മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകണമെന്നല്ലോ, ഇതേപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. അപ്പോൾ അതിനെ കുറേ ആൾക്കാർ ഇപ്പോഴും ടേക്ക് ഓവർ ചെയ്തു. ഈ കൊളോണിയൽസൊക്കെ കഴിഞ്ഞിട്ടും യൂറോപ്യൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് ഹറാമാണ് എന്ന രീതിയിൽ അതിനെ കണ്ടു. അപ്പോൾ അതിനെ ദാറുൽ ഹർബായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന്. അപ്പോൾ ഈ കൊളോണിയൽ കോണ്ടക്സ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് അതേപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളെ വായിച്ചപ്പോഴാണ് ശരിക്ക് പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു ന്യൂനപക്ഷം എങ്ങനെയാണ് ഭരണകൂടത്തിനോട് പെരുമാറേണ്ടത്, എപ്പോഴാണ് രാജ്യത്ത് നിന്ന് ഹിജറ പോകേണ്ടത്, എപ്പോഴാണ് അവരോട് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ന്യൂനപക്ഷം അധികാരത്തോടെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തിനോട് എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതുപോലെ പ്രസക്തമാണ് ന്യൂനപക്ഷം എങ്ങനെയാണ് ഇതര സമുദായത്തോട് എൻഗേജ് ചെയ്യേണ്ടത്, ഇതര സമുദായത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പറ്റുമോ, ഇപ്പോൾ ഓണത്തിൽ എല്ലാ കൊല്ലവും ചർച്ച ഉണ്ടാകുന്നതാണ്, ഓണത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്രിസ്മസിൽ പങ്കെടുക്കാൻ പറ്റുമോ. അപ്പോൾ മുസ്ലിങ്ങൾ എപ്പോഴും ഒരു ഇൻടോളറൻ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ളവരോട് ഒന്നും ആഘോഷങ്ങൾ പങ്കെടുക്കാത്ത, ഐക്യത്തിൽപ്പെടാത്ത അങ്ങനത്തെ ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് എൻഗേജ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ രണ്ട് ഒരു ഏരിയ ഉണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകളോട്, കോ സിറ്റിസൺസിനോട്, മറ്റുള്ള പൗരന്മാരോട് ഏത് രീതിയിൽ പെരുമാറണം. അതിൽ ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ സലഫികളാണ് കുറച്ചും കൂടി കുറച്ച് തീവ്ര സമീപനമുള്ള ആളുകൾ എന്നൊക്കെ പറയും. അവരുടെ പോലും പണ്ഡിതന്മാർ പറയുന്നത് മറ്റുള്ള ഒരു സാധാരണ നോൺ മുസ്ലിംസിനോട് മാനുഷികമായ എല്ലാ ബന്ധങ്ങളും ഒരു മുസ്ലിമിന് പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു സെക്യുലർ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് മുസ്ലിം നോൺ മുസ്ലിം എന്നുള്ളത് അപ്രസക്താണ്. അല്ലെങ്കിൽ നമ്മളെ ഒരു അയൽവാസി എന്നുള്ള ഒരു പരിസരം മുസ്ലിം നോൺ മുസ്ലിം എന്നുള്ളത് അപ്രസക്തമാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പലപ്പോഴും മുസ്ലിം പോക്കറ്റ് അല്ലെങ്കിൽ ഹിന്ദു പോക്കറ്റ്, അവിടെ മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കാതിരിക്കുക, അതൊന്നും നമ്മളൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതില്ല. സാമൂഹികമായിട്ടുണ്ടായി വരുന്ന ഓരോ രീതികളാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോബ് കൊടുക്കുന്ന ഒരു മുതലാളിയും തൊഴിലാളിയും മതം അപ്രസക്തമാണ്. മുസ്ലിമായ മുതലാളിക്ക് അമുസ്ലിമായ ആളെ തൊഴിലാളിയായിട്ട് വെക്കാം. ഇനി അമുസ്ലിമായൊരു മുതലാളിക്ക് കീഴിൽ മുസ്ലിമിന് ജോലി ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സെക്യുലർ ജീവിതത്തിൻ്റെ ഏത് പരിസരത്തും, ഇനി അതിനപ്പുറം പോയിട്ട് ഇപ്പോൾ ഫിഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അമുസ്ലിമായ മാതാപിതാക്കളെ കുട്ടികൾക്ക് നഫക്ക കൊടുക്കൽ, മെയിൻ്റനൻസ് കൊടുക്കൽ നിർബന്ധമാണ്. അത് സുന്നത്ത് പോലല്ലേ, നിർബന്ധമാണ്. രോഗിയാണെങ്കിൽ സന്ദർശിക്കൽ ജായിസാണ്, സുന്നത്താണ്. ഇപ്പോൾ ഒരു രോഗി നമ്മൾ അയൽവാസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻ ആണെങ്കിൽ സുന്നത്താണ്, കാഫിറാണെങ്കിലും സുന്നത്താണ്. അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതൊക്കെ സുന്നത്താണ് നമുക്ക് പറയാം. കാരണം അവിടെ എന്തായാലും അതിന് ബെനിഫിറ്റ് ഉണ്ടല്ലോ, കുറച്ചും കൂടി ഒരു സോഷ്യൽ ഫാബ്രിക്സൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ മരണാനന്തര കർമ്മങ്ങൾ, നമ്മൾ വയനാടൊക്കെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം അവിടെ സർവ്വമത പ്രാർത്ഥന സംഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പറയും അതിപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യണം. പക്ഷേ ഫുഖഹാക്കൾ അത് വളരെ കൃത്യമായിട്ട് മറ്റൊരു അമുസ്ലിം പ്രീസ്റ്റ് ദുആ ചെയ്താൽ ആ ദുആ ഹാംഫുൾ അല്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഭാഷയിൽ എന്തെങ്കിലും ദുആ ചെയ്യുന്നതിന് ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ്റൂല എന്ന്. പക്ഷെ അവർ ദുആർക്കുന്നത് നമുക്ക് പൊതുവായൊരു കാര്യമാണ്. രാജ്യത്തിന് പുരോഗതി ഉണ്ടാവട്ടെ, ആളുകൾക്കൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ, കച്ചവടമൊക്കെ ഉഷാറാവട്ടെ, നമുക്ക് ആമീൻ വരാമെന്നാണ്.
അല്ലെങ്കിൽ നമുക്കൊരു നോൺ മുസ്ലിം വേണ്ടിയിട്ട് ദ്വാരം കൊടുക്കാന്നാണ്, അയാളെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എന്താവാം ദ്വാരം കൊടുക്കാം, അതിന് പ്രശ്നമില്ല, എല്ലാവരും പറ്റും തന്നെയാണ് പറയണത്. അവരോട് ദുആക്ക് നമുക്ക് ആമീൻ പറയാം. അപ്പോൾ സർവ്വമത പ്രാർത്ഥന സംഗമം വരെ ഇസ്ലാമികമായിട്ട് ഫിഖ്ഹിയായിട്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു മുസ്ലിമിന് അമുസ്ലിമിനോട് ഇടപെടാൻ കർമ്മശാസ്ത്രം ഒരു തടസ്സമേ അല്ല. ഇപ്പോൾ നമ്മൾ എക്കണോമിക് ബോയ്ക്കോട്ട് അല്ലെ, മുസ്ലിം കടകളിൽ നിന്ന് സാധനം വാങ്ങരുത് എന്നൊക്കെ ഒരു നരേഷന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കും തോന്നുന്ന മുസ്ലിം കടയിൽ നമ്മൾ സാധനം വാങ്ങാൻ അങ്ങനത്തെ ഒരു ഇതും ഫിഖ്ഹിലില്ല. ഫിഖ്ഹിൽ എവിടെ നിന്നാണ് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ്, മറ്റെന്തെങ്കിലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഓക്കെ, ബോയ്ക്കോട്ട് ചെയ്യുക, അധിനിവേശ ശക്തി, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അല്ലാത്തടത്ത് ഒരു അമുസ്ലിമിനോട് സ്വതക്ക കൊടുക്കാൻ കൂലിയുണ്ട്. നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ലീഗിൻ്റെ വയനാട് ഫണ്ടൊക്കെ ഇതൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും വോട്ട് കിട്ടാനാണ്. എന്നാൽ മതത്തിലേക്ക് പറ്റുമെന്നാണ്, കൂലി കിട്ടും. ഒരു അമുസ്ലിമായ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ, അയാൾക്ക് സഹായം കൊടുത്താൽ നമുക്ക് ഇബാദത്ത് കൂലി കിട്ടുന്ന പ്രതിഫലം മതപരമായിട്ട് കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ സെക്കുലർ ജീവിതത്തിൽ ഒരു മുസ്ലിമിന് മറ്റൊരാളോട് സഹവസിക്കാൻ ഒരു പ്രശ്നവുമില്ല. പിന്നുള്ളത് മത ആഘോഷത്തിൻ്റെ ഒരു കേസാണ്. അതിൽ മതത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇസ്ലാം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. കാരണം ഇസ്ലാം ഒരു മതമാണല്ലോ, അതൊരു റിയാലിറ്റിയോടാണ് ഇസ്ലാമിനെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മതപരമായ കേസ് ഇപ്പോൾ സലാം പറയാൻ പറ്റില്ല, അത് ഇഖ്തിലാഫുള്ള വിഷയമാണ്. ആദ്യമുള്ള പണ്ഡിതന്മാരിൽ ഇഖ്തിലാഫുള്ള, നമ്മളിവിടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സലാം പറയാൻ പറ്റുന്നൊരു അഭിപ്രായം പറയാനുണ്ട്. അത് ഫുഖാക്കൊക്കെ അഭിപ്രായമുണ്ട്. ഔസായെ പോലെയുള്ള വലിയ വലിയ ആളുകൾക്ക് എന്തുണ്ട് അഭിപ്രായമുണ്ട്. നമുക്കറിയാം ഔസായിന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾ സലാം പറയുകയാണെങ്കിൽ നിങ്ങളെ മുൻഗാമികളിൽപ്പെട്ട വലിയ ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. നോൺ മുസ്ലിംസിനോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് മുൻഗാമികളിൽ നിന്ന് മാതൃകയുണ്ട്. താബികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, വെളി സ്റ്റേജസ് ആണല്ലോ. അപ്പോൾ അന്ന് തന്നെ ഡിബേറ്റ് ആയുള്ള ഒരു കേസാണ്. എന്നാൽ നമ്മുടെ ഫത്തുൽ മുഈൻ അടക്കമുള്ള ഷാഫി പണ്ഡിതന്മാരുടെ ആളുകളും അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് അതൊരു മതപരമായ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ജയ് ശ്രീറാം എന്ന് നമ്മളെ കൊണ്ട് വിളിപ്പിച്ചാൽ നമുക്ക് പറ്റണില്ലല്ലോ അല്ലേ. അത് കമ്പൽ ചെയ്യാലും ഇനി സോഷ്യൽ നോർമ ആവുന്നതും നമ്മളതിനെ ടോളറേറ്റ് ചെയ്യണില്ല. ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു നിലപാട്. അപ്പോൾ അവരോട് സലാം പറയുക അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അവരേക്ക് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് നമുക്കില്ല. പിന്നെ ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റുമോ എന്നത് കേരളത്തിലും എക്കാലത്തും വിവാദങ്ങൾ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ്. അവരുടേത് മാത്രമല്ല, ശരിക്കും ഇസ്ലാമിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് പ്രധാനപ്പെട്ട ആഘോഷം ഈദ്. നമുക്ക് നമ്മളെ ഉദയത്തിന്റെ വിഷയക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതേപോലത്തെ സ്ട്രിക്റ്റ് ആയ നിയമങ്ങളുണ്ട്, അവരോട് പങ്കുചേരാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇതുമാടെ സത്യമാണ്. അതിപ്പോ ഇവിടെ ഉള്ള ഒരു ഡിബേറ്റ് ആണ്. ഇപ്പൊ ഉദയത്തിന്റെ ഇറച്ചി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെന്നല്ലേ. പക്ഷെ അതിലിപ്പോ നമ്മളെ ട്രഡീഷണൽ സ്കോളേഴ്സ് കൊടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. എന്നാൽ റിഫോമിസ്റ്റ് സ്കോളേഴ്സ്, ജമാഅത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ നല്ലതല്ല കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ഹലാൽ കോൺട്രവേഴ്സിയിൽ എന്താണ് അവർ പറഞ്ഞത്? മുസ്ലിങ്ങൾ മന്ത്രം ജപിച്ച ഭക്ഷണം നമ്മളെ കൊണ്ട് തീറ്റിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തിന്നരുത്, അല്ലെങ്കിൽ ഹലാൽ ബോർഡുള്ളത് ബോയ്കോട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. എന്നാൽ ഇത് വളരെ ക്ലിയർ ആണ് നമ്മുടെ സ്റ്റാൻഡ്. മതപരമായ ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മതം തന്നെ പറഞ്ഞത് നിങ്ങൾ വേറെല്ലാവർക്കും കൊടുക്കണ്ട, ഉലുഹിയത്ത് മതത്തിൻ്റെതാണ്, കൊടുക്കണ്ട. സാധാ മീറ്റ് ആണെങ്കിൽ നിങ്ങൾ കൊടുത്തോളി. അപ്പോൾ മുസ്ലിമിൻ്റെ ഭക്ഷണം മറ്റുള്ളവർക്ക് കണ്ണുപൂട്ടി കഴിക്കാനർത്ഥം. കാരണം മതത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മതം തന്നെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സംശയമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് പണ്ടേയുള്ള ചർച്ചയാണ്. ഇപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെ കാലത്ത് ഇതേ ചോദ്യം വരുന്നുണ്ട്. ഓണത്തെക്കുറിച്ച് തന്നെ വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓണത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ്, ഓണത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ്, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കളികളൊക്കെ വിശദീകരിച്ചിട്ട് വളരെ വിശദമായൊരു ചോദ്യം മലബാറിൽ നിന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനൊരു വിശദമായ മറുപടിയാണ് തരുന്നത്. വളരെ ഇന്നും കാലിക പ്രസക്തമായ ഒരു മറുപടിയാണ്. അഥവാ അതിൽ ഒരു 2-3 കാറ്റഗറി ആയിട്ടാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയണത്. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് തന്നെയാണ്, ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ആ ചെയ്യുന്നതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ അതിനെ ഇൻവോൾവ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ അസംഷൻസ്, അവരുടെ മിത്തുകളൊക്കെ വിശ്വസിച്ച് അതിനെ കൺവിൻസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ കാഫിറാണ്. കാരണം അത് വിശ്വാസത്തിൻ്റെ കേസാണല്ലോ. അപ്പോൾ അത് പറ്റൂല. എന്നാൽ അതിനൊരു കൾച്ചറായിട്ട് സ്വീകരിച്ച് അതിനെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്നാൽ അതിൻ്റെ മിത്തൊന്നും നമ്മൾ നിൽക്കാതെ എന്നാൽ തന്നെ അത് ഹറാമാണ്. ഇനി അതും ഇല്ലാതെ ഒരു നാട്ടിലെ നടപ്പ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള, നമ്മളിപ്പോൾ ഓണത്തിന് പായസത്തിനൊക്കെ നല്ല ഓഫറുണ്ട്, നമ്മളന്ന് പായസം വാങ്ങി കഴിച്ചു ഉദാഹരണത്തിന്. അല്ലെങ്കിൽ ക്രിസ്മസിന് നല്ല വെളിച്ചത്തിനൊക്കെ ലൈറ്റുകളൊക്കെ വരുമല്ലോ, അപ്പം ലൈറ്റ് ഓഫറിൻ്റെ കുട്ടികൾ നമ്മളോട് വാങ്ങാൻ പറഞ്ഞാൽ അങ്ങനെ വാങ്ങി വെച്ചു ഉദാഹരണത്തിന്.
അപ്പോൾ എന്തില്ല, അതിന് ഈ കൾച്ചറൽ ഒരിതൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള നമ്മളൊരു അന്നത്തെ ലാഭമോ മറ്റോ എന്തെങ്കിലും അങ്ങനെ ചെയ്താലും അതിനെന്തില്ല, ഒരു പ്രശ്നവുമില്ല എന്നാണ് ഒരു മതപരമായിട്ടുള്ള ഡീറ്റെയിൽസിൽ അതിനൊരു ഫിഖിഹിയായ ഒരു വശം പറയാം. അപ്പോൾ അതിൽ ഒരേ കർമ്മത്തിന് തന്നെ നമ്മളെങ്ങനെ സമീപിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ്. അതെ അതെ അതെ. ഓക്കെ. പിന്നെ അതുപോലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു, മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ മുസ്ലിങ്ങളുടെ മൈനോറിറ്റി മുസ്ലിംസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മൾ വിശദീകരിച്ചു. മൈനോറിറ്റി മുസ്ലിം നല്ല രീതിയിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയും മുസ്ലിംസിന് അധികാരം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കഴിവില്ലാത്തതുകൊണ്ടാണ്. അവർ പൊട്ടൻഷ്യലി ഈ അമുസ്ലിങ്ങളെ കൊല്ലാൻ അല്ലെങ്കിൽ അമുസ്ലിങ്ങളോട് ബദ്ധവൈരികളായിട്ട് നിൽക്കുന്ന, അവരെ പീഡിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോൾ അതിന് നമ്മളെ ഹദീസിൽ നമ്മുടെ ട്രഡീഷനിൽ കുറേ കാര്യങ്ങൾ അവർ പറയും. പിന്നെ ഞങ്ങളൊരു ഹദീസുണ്ട്, മുസ്ലിങ്ങളെ കണ്ടാൽ ഒരു വഴിയിൽ നടന്നു പോകണമെങ്കിൽ നിങ്ങൾ അവരെ അരുവിലേക്ക് തള്ളണം. പിന്നെ ഖുറാനിലുള്ള ആയത്ത് വക്തുലുഹു മൈസു വജത്തും, അവരെവിടെ കണ്ടാലും നിങ്ങൾ അവരെ കൊല്ലണം. ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ഒറ്റപ്പെട്ട ഹദീസുകളും ഇതൊക്കെ പിറക്കി കൊടുക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ പൊട്ടൻഷ്യലി ഇങ്ങനെയാണ്. ആ മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ അധികാരം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവർ ജിഹാദ് ഉള്ളിലുള്ളവരാണ്, അവർ ആ മുസ്ലിങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? അപ്പോൾ അത് BJP അല്ലെങ്കിൽ ഹിന്ദുത്വ നരേറ്റീവിലൊക്കെ സാധാരണ എന്നും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് നമ്മളെക്കാൾ ജിഹാദി വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ ഉണ്ട്. ഖുറാനിലുള്ള ജിഹാദുമായി പ്രൊമോട്ട് ചെയ്യുന്ന ആയത്തുകൾ, വക്തുലിൽ മുശ്രിക്കീന കഫ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അമുസ്ലിങ്ങളെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കാൻ പാടില്ല, തെർക്കുൽ മുവാലാത്ത് എന്നൊക്കെ പറയുന്നത് പോലുള്ള ആയത്തുകൾ, ധാരാളം ആയത്തുകളുണ്ട്. കാഫ്രീറ്റുകൾ എന്ന് വന്നിട്ടുണ്ട്, യഹൂദ് നസാറ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതേപോലെ നിങ്ങൾ പറഞ്ഞ ചില ഹദീസ്, പ്രോബ്ലമാറ്റിക്കായ ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അല്ലെങ്കിൽ ഹദീസ് ഇതേപോലെയുള്ള ആയത്തുകൾ, കൊല്ലണം മറ്റൊക്കെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ നല്ല നിലക്ക് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, അത് ശരിക്ക് അതൊരു എന്നേക്കുള്ള യൂണിവേഴ്സലായിട്ടുള്ള നിയമങ്ങളല്ല, അടിസ്ഥാനപരമായ നിയമങ്ങളല്ല. അത് അധികം എക്സെപ്ഷൻസുകളാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാര്യം ജൂതന്മാരെ കുറിച്ച് പറയുന്നത്, ജൂതന്മാർ മദീനയിലെ മുസ്ലിങ്ങളെ ചതിച്ചപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന കാര്യമാണ് ജൂതന്മാരോട് നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യണം, അവരായിട്ട് നിങ്ങൾ ഇടപെടാൻ പോകണ്ട, അവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ളത്. നമുക്കത് ഇപ്പോൾ ഇന്ത്യയിലെ ഈ തീവ്രവാദി ആക്രമണമൊക്കെ ഉണ്ടായാൽ പാകിസ്ഥാൻ അതിനെ സ്വരം ഘടിപ്പിക്കുമല്ലോ. അപ്പോൾ അന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഭയങ്കര ഇതാണ്, മനുഷ്യാവകാശം പാലിക്കാത്തതെന്ന് പറയുന്നത് അർത്ഥമില്ല. കാരണം അത് അന്നൊരു യുദ്ധസമാനമായ സാഹചര്യമാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ അത് 144 പാസ്സാക്കിയാൽ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു കേസാണത്. ഇപ്പോൾ ഖുറാനിൽ പറഞ്ഞ വക്തുൽ മുശ്രിക്കീന എന്നൊക്കെ അതിന് ശേഷം വരുന്ന ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും ഖുറാൻ പഠിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അമാന നൽകണം, അവരെ അത് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. നിർബന്ധിക്കണം കൂടിയില്ല. ഇത് ഇസ്ലാമിക രാജ്യത്താണ്. ഒരു മുസ്ലിം യുദ്ധം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇസ്ലാമിനെ പഠിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. എന്നിട്ട് ഇസ്ലാം കബൂൽ സ്വീകരിക്കാൻ എന്താവണ്ട, നിർബന്ധിക്കണ്ട, തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ട് അവനെ തിരിച്ചയക്കണം എന്നാണ്. അപ്പോൾ മതം നിർബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ അവർക്ക് അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാവരും ഒന്നും ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസ് തന്നെയാണല്ലോ, ഒരു ജൂയിഷ് ആളടുത്തായിരുന്നു നബിയുടെ പടയങ്കി എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധത്തിലുള്ള കാര്യമാണ്. ഇത് അന്നിപ്പോൾ ആരാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാനെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലത്തെ ശതകോടീശ്വരന്മാർ തൻ്റെ അനുയായികളായുള്ള കാലത്താണ് വളരെ നോർമലായിട്ട് ഒരു ജൂതൻ്റെ അടുത്ത് പടയങ്കി റഹന് വെക്കുന്നത്, പണയം വെക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാവസാനം വരെ ആ കാര്യങ്ങൾ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മജോറിറ്റി എന്ന് ചോദിച്ചോണ്ട് ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മമ്പുറന്നങ്ങൾ, അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ജോലിക്കാർ, ആശാരിമാർ, മഖ്ദൂമുമാർ, അവരുടെ കീഴിലുണ്ടായിരുന്ന ആളുകൾ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലുടനീളം ഇനിയിപ്പോൾ ജൂത പണ്ഡിതന്മാർ പോലും പറയുന്നുണ്ട്, ജൂതന്മാരുടെ പഠനങ്ങൾ, ധാരാളം പഠനങ്ങൾ അതിലുണ്ട്, ജൂതന്മാർ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിം ഭരണകൂടത്തിലാണെന്നുള്ളതാണ്, മുസ്ലിങ്ങളെ കീഴിലാണ്. അവർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ നിന്ന് ആട്ടിയപ്പോഴാണ് ഫലസ്തീനിൽ അവർ അധിനിവേശമായി. പിന്നീടാണ് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ തർക്കണ്ടാണത്. അതുവരെ മുസ്ലിങ്ങളുടെ മുമ്പ് അവരെ ക്രിസ്ത്യാനികളുടെ ഭരണകൂടം അല്ലെങ്കിൽ റോമ ഭരണകൂടം ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിച്ചിരുന്നു. ഒട്ടോമൻ ഭരണകൂടത്തിന് കീഴിലൊക്കെ ജൂതന്മാർക്ക് വളരെ ഫ്രീ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ജൂതന്മാരുടെ ചരിത്രത്തിൽ വരെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ നരേഷന് ഒരു അർത്ഥമില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്തും ഇല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെയാണ് ഇവിടെ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നൈജീരിയയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ ഇല്ലാത്തൊരു രാജ്യമാണ്.
എന്നാൽ ഈജിപ്തിൽ കോപ്റ്റിക് ക്രൈസ്തവർ അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്, 5% ഉള്ളൂ. പക്ഷേ അവിടുത്തെ കോപ്റ്റിക് ക്രൈസ്തവരുടെ പരിപാടിക്ക് ഷെയ്ഖുൽ അസ്സർ പോകും, വഖഫ് മിനിസ്റ്റർ പണ്ഡിതനാണ്, മതപണ്ഡിതനാണ്, ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യനല്ല. അവർ പോകും, പങ്കെടുക്കും. 5% മുസ്ലിങ്ങളേ ഉള്ളൂ. അപ്പോൾ നോൺ മുസ്ലിംസിന് ഇസ്ലാമിക രാജ്യത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ചരിത്രപരമായും മതപരമായും തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മൾ മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെയാണ് അധികാരത്തോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ഇതര മതസ്ഥരോട് പെരുമാറുന്നത് എന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളോട് എങ്ങനെ പെരുമാറുന്നത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ ഒരു ന്യൂനപക്ഷം എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ളതിനുള്ള അതിൻ്റെ പ്രത്യേകിച്ച് തിസീസൊക്കെ അല്ലെങ്കിൽ PhD തിസീസ് ഏകദേശം വരുന്നത് കേരളത്തിൻ്റെ ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസിനാണ്. അപ്പോൾ അതിൽ അതൊരു ഐഡിയൽ സൊസൈറ്റിക്ക് ഉണ്ടാവേണ്ട സ്ട്രാറ്റജികൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഒരു ഐഡിയൽ അല്ലെങ്കിൽ മോഡൽ എന്ന് പറഞ്ഞാൽ അക്കാഡമിക ലോകത്ത് പൊതുവെ സ്വീകരിക്കലില്ല. കാരണം ഒന്ന് മാത്രം ഒരു മോഡൽ എന്ന് ഒരു സമ്മതിക്കൂല. എന്നാൽ പോലും ഓരോ ലെസൺസ്, കാരണം ഈ കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. അപ്പോൾ എല്ലാവിധ ഘട്ടങ്ങളും കേരളത്തിൽ കടന്നുപോയി. നമ്മളിവിടെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള സമയം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ അതൊരു മോഡലാണ്. യൂറോപ്പിലൊക്കെ 2% 3% ഒക്കെ ഉണ്ടല്ലോ. അവിടെ കൾച്ചർ വളരെ മോശമായ കൾച്ചർ, ലിബറൽ കൾച്ചർ. ഇന്ത്യയിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മറക്കാത്ത ചരിത്രമല്ലേ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് യൂറോപ്പിലുള്ള അതേ കൾച്ചർ അന്ന് ഇവിടെ വലിയ തങ്ങന്മാർ, പണ്ഡിതന്മാർ, മഹദൂമുമാർ ഇവിടെ വന്നിട്ട് അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് ഇവിടെ ജീവിച്ചു. പ്രശ്നങ്ങൾ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. ഓല രീതിക്ക് പോകുന്നു, നമ്മുടെ രീതിക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ യൂറോപ്യൻ മുസ്ലിങ്ങൾക്ക്, അമേരിക്കൻ മുസ്ലിങ്ങൾക്ക് നമ്മുടെ പാസ്റ്റ് ചരിത്രമാണ്. പിന്നീട് കോളനിവൽക്കരണ കാലത്ത് നമ്മൾ അവരോടൊപ്പം നിന്ന് ജിഹാദ് ചെയ്ത് അവർക്കിടെ ഒന്നായിട്ട് പോരാടി. അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആർമിയിൽ ചേരാൻ പറ്റുമോ, കുഞ്ഞാലിമരക്കാരുടെ ചരിത്രമൊക്കെ ഇപ്പോൾ എന്താണ്. അപ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് കേരളത്തിൽ നിന്നൊരു മാതൃകയുണ്ട്. ഇനി അതും കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പുതിയ ഇന്ത്യ, ഹിന്ദുരാഷ്ട്രം എന്നല്ലാതെ ആധുനിക ഡെമോക്രാറ്റിക് സെക്യുലർ ഇന്ത്യ, അതിൽ വന്നപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹിജറ പോകണോ വേണ്ടേ, പാകിസ്ഥാനിലേക്ക് ഹിജറൊക്കെ പോയി. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷനും ഒരു കാലത്തുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ കൊല്ലങ്ങളായിട്ട് നമ്മളിങ്ങനെ പോരുന്നതുകൊണ്ട് എനിക്കത് വളരെ ബോധ്യപ്പെട്ടത് എന്താ വെച്ചാൽ, ഞാൻ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ നല്ല ഉലമാക്കളായ ആൾക്കാരുടെ ഇൻ്റർവ്യൂ നടത്തി, സാദാത്തുമാരോട് ഇൻ്റർവ്യൂ നടത്തി. രണ്ടാൾ കൂടെ ആൻസർ സെയിം ആണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സർവൈവലായിട്ട് ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഫിഖിനെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ വെസ്റ്റൊക്കെ പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് പുതിയൊരു കർമ്മശാസ്ത്രം ഉണ്ടാക്കുക, കുറേ ഇസ്ലാമിക നിയമങ്ങളൊന്നും പ്രായോഗികമല്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ പുതിയൊരു ഫിഖ് ഉണ്ടാവുക. അതിൽ ഏറ്റവും വലിയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് മലേഷ്യയിൽ നിന്ന് ഒരു അമേരിക്കൻ ഇമാമിൻ്റെ പ്രഭാഷണം കിട്ടുക. കിതാബുകളൊക്കെ എഴുതിയ വലിയ ഒരു മുസ്ലിം തിങ്കറാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് ഇസ്ലാം നിലവിലുള്ള ഫിഖ് എന്നുള്ളത് മെജോറിറ്റി ഇസ്ലാമിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഫിഖാണ്. യൂറോപ്പിനൊക്കെ വേറെ ഒരു ഫിഖ് ഉണ്ടാക്കണം. അപ്പോൾ അവിടുത്തെ ഔറത്തിൻ്റെ കാഴ്ചപ്പാട്, അതിനൊക്കെ പറ്റിയ രീതിയിൽ, അപ്പോൾ അവിടുത്തെ കൾച്ചറിനെ പറ്റിയ പുതിയ ഫിഖ് ഉണ്ടാക്കണം. വളരെ നിരർത്ഥകമായ ഇസ്ലാമിൻ്റെ അടിത്തറ തോണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഞാനവിടെ മുന്നോട്ട് വെച്ചത് എന്താ വെച്ചാൽ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഫിഖിമിലൊന്നും കളിച്ചിട്ടില്ല കാര്യമായിട്ട്. ഫിഖിൽ സാധാരണ രീതിയിൽ കോണ്ടക്സ്റ്റിന് ആവശ്യമായ സ്വാഭാവികമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ അടിത്തറയെ നമ്മൾ ഒന്നും പറ്റില്ല. അതേ ട്രഡീഷണൽ ഫിഖായിട്ട് തന്നെ നമ്മൾ ഇന്നും സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടാക്കി, പല സ്ട്രാറ്റജീസ് ഉണ്ടാക്കി. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അലി ഖത്താനി എന്ന് പറയുന്ന മുസ്ലിം മൈനോറിറ്റിനെ കുറിച്ച് നിരന്തരമായി എഴുതുകയും പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു 5 സ്ട്രാറ്റജി വേണം. അദ്ദേഹം കേരളം പഠിച്ചിട്ടല്ല, ഒരു ഐഡിയലായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അഥവാ അവിടുത്തെ മുസ്ലിങ്ങൾക്കൊരു ലീഡർഷിപ്പ് വേണം. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എന്നും പാണക്കാട് സാദാത്തുമാർ എന്നൊക്കെ ലീഡർഷിപ്പ് കേരളത്തിന് എന്നുണ്ട് എന്നത് നമ്മൾ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ. അതിപ്പോൾ പാണക്കാട് തങ്ങന്മാരാണെങ്കിൽ നേരത്തെ മമ്പറ തങ്ങന്മാർ, മഖ്തൂമുമാർ, അങ്ങനെ ആദ്യകാലം മുതലേ ഇവിടെ ലീഡർഷിപ്പ് ഉണ്ട്. പിന്നെ ഖാദിമാർ വേണം, ഖാദി സിസ്റ്റം. നമുക്ക് ഓരോ മഹല്ലിലും വളരെ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഖാദി സംവിധാനമുണ്ട്. ഇതിൻ്റെ ഒരു മഹത്വം തീരണമെങ്കിൽ ബംഗാളിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തൊരു ഫത്വ വന്നിരുന്നു, ശരീഅത്തുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പണ്ഡിതന്. അദ്ദേഹം പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് റൂളാണ്, ദാറുൽ ഹർബാണ്, അതുകൊണ്ട് ഖാദി ഇവിടുത്തെ ഖാദി സഹീഹല്ല. അത് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ജുമാ ശരിയല്ല, നിക്കാഹിൻ്റെ കുറേ സാധനങ്ങൾ പറ്റൂല, ഈദ് ഹനഫിയിൽ കുറച്ചും കൂടിയും അവർക്ക് റോളുണ്ട്, ഖാദിക്കൊക്കെ റോളുണ്ട്. അപ്പോൾ ജുമയും ഇതൊന്നും വേണ്ട. അപ്പോൾ എന്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നൊരു തീരുമാനമാണത്. പക്ഷേ ഇവിടെ നമ്മളെന്താ ചെയ്തത്? ഖാദി ലറൂറ, നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഖാദിയൊന്നും പറ്റൂല, ഇവിടേക്ക് പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയ
ഒരു കാളി. ആ സംവിധാനം നമ്മൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, മതം പഠിപ്പിക്കാനുള്ള സംവിധാനം വേണം. ഇതാണ് പല മുസ്ലിം സമൂഹത്തിനും പറ്റിയ സെക്യുലർ അധിനിവേശം ഉണ്ടായപ്പോൾ മതം സർവൈവ് ചെയ്യാൻ തുർക്കിയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, അവർക്ക് കൃത്യമായ സംവിധാനം ചെയ്ത് ഒരു സൊസൈറ്റി ഒന്നായിട്ട്. തുർക്ക്മെനിസ്ഥാൻ ഇവിടേക്കൊക്കെ പോകണമെങ്കിൽ 99% മുസ്ലിങ്ങളാണ്. ഹിജാബ് ഇടുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ തന്നെ മാറി മെജോറിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഇത്. കാരണം മതം പഠിക്കാനുള്ള ഒരു സംവിധാനം. കേരളത്തിൽ നമ്മൾ മദ്രസ, പള്ളി ദർസ്, അറബിക് കോളേജുകൾ ലോകത്തൊരു പക്ഷേ ഇത്ര ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇത്രയും കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു ഡെൻസിറ്റി മറ്റുള്ളിടത്തുണ്ടോ എന്നത് അപൂർവമാണ്, സാധ്യത കുറവാണ്. പിന്നെ അതേപോലെ പറയുന്നത് അസോസിയേഷൻസ്, കേരള മുസ്ലിങ്ങളുടെ പ്രത്യേകതയായിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ പ്രശ്നമായി തീരുന്നത് അതാണ്. ഭയങ്കര സംഘടിതമാണ് മതപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്. മതത്തിനകത്ത് തന്നെ നമുക്ക് എത്ര സംഘടനകളാണ്, മഹല്ലുകൾക്ക്, യുവാക്കൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, മുതിർന്നവർക്ക്, പണ്ഡിതന്മാർക്ക്, ഉമറാക്കൾക്ക്, ജീവനക്കാർക്ക്, ഇങ്ങനെ എല്ലാ തലത്തിലും നമ്മൾ സംഘടിതമാണ്. അപ്പോൾ സംഘടിതമാകുമ്പോൾ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും, ഐഡൻറ്റിറ്റി പ്രിസർവേഷൻ ഉണ്ടാവും. പിന്നെ നെറ്റ്വർക്കിങ്, മറ്റുള്ള മുസ്ലിം ഉമ്മത്തിനോടുള്ള ഒരു ബന്ധം, അത് എക്കാലത്തുണ്ട്. ഇപ്പോൾ മഖ്ദൂമമാരെ കാലം മുതൽ നമ്മൾ അസ്ഹറിൽ പോയി പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഉലമാക്കൾ ഇങ്ങോട്ട് വന്നിരുന്നു, മമ്പറന്നങ്ങളുമൊക്കെ ഇങ്ങോട്ട് വന്നതാണല്ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ, ഇപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ ആഗോളതലത്തിൽ ഇവിടെയുള്ള മതസംഘടനകളും സ്ഥാപനങ്ങളൊക്കെ എന്തായി, ഇൻ്റർനാഷണലൈസേഷൻ ഒരു മോട്ടീവായിട്ട് തന്നെ. അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സ്ട്രാറ്റജിയിലൂടെയാണ് മുസ്ലിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന അലി ഖത്താനി പറയുന്നുണ്ട്. അത് സത്യത്തിൽ കേരളത്തിൽ ഓൾറെഡി സംഭവിച്ച, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, വിജയിച്ച മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഏകദേശം 1 മണിക്കൂറോളം നീണ്ടിട്ടുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഓഡിയൻസിന് അത്ര ക്ഷമത ഉണ്ടായിരിക്കുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പോലും, നമ്മൾ ഈ മതവിദ്യാഭ്യാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പൊതുസമുദായത്തിന് സ്വാഭാവികമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി തരുന്ന ഒരു സംഭാഷണമായിരുന്നു ഉസ്താദുമായിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിലിനി കൂടുതൽ, എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് റിസർച്ച് ഗ്യാപ്പുകളുണ്ട്. കൂടുതൽ ആളുകൾക്ക് പഠിക്കാനും കൂടുതൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ ഒരുപാട് സ്പേസുകളുണ്ട്. അവിടെ കൂടുതൽ പഠനങ്ങൾ നടക്കട്ടെ. ഈ ഒരു എപ്പിസോഡിൽ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഞങ്ങളോട് എൻഗേജ് ചെയ്ത ജാബിർ സാറിന് നന്ദി പറയാണ്. ഈ അവസരത്തിന് നന്ദി പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ചിലപ്പോൾ ആളുകൾക്ക് സംശയങ്ങൾ ഇതിലുണ്ടാകും. കുറേ കോൺട്രവേഴ്സ്യലായ ടോപ്പിക്കാണല്ലോ. ഏതായാലും പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.